ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരാട് കോഹ്ലി വിരമിച്ചിരിക്കുന്നു. സമൂഹ മാധ്യമത്തിലൂടെയാണ് വിരാട് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഉചിതമായ സമയത്താണ് വിരമിക്കൽ എന്ന പോസ്റ്റിൽ പറയുന്നു. 2 ആഴ്ച മുൻപാണ് വിരമിക്കാനുള്ള തീരുമാനം കോഹ്ലി സെലക്ഷൻ കമ്മിറ്റിയെ അറിയിക്കുന്നത്. BCCIയെയും പല പ്രമുഖ താരങ്ങളെയും കോഹ്ലി പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഇവർ നടത്തിയിരുന്നു. എന്നാൽ താരം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, 14 വർഷം നീണ്ട ഐതിഹാസിക കരിയറിനാണ് തിരശ്ശീല വീണിരിക്കുന്നത്. ഇപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ സീനിയർ താരമായ കോഹ്ലി കൂടി വിരമിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടോ? ഇത് 2010 ഷരാരയിൽ വിചാരിച്ചവരിലായിരുന്നു വിരാട് കോഹ്ലി ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് ഇങ്ങോട്ട് ടെസ്റ്റിൽ വിരാട് കോഹ്ലിയുടെ ഒരു പ്രയോഗം തന്നെ നമുക്ക് പറയുന്നത്. പക്ഷേ അർഹിച്ച അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഇതിലേക്ക് വിരാട് കോഹ്ലി എത്തിയെന്ന മനസ്സിലാണ്. അതിന് മുമ്പ് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്യാപ്റ്റൻ അഴിക്കുകയാണ്. ആകെ 123 ടെസ്റ്റുകളാണ് വിരാട് കോഹ്ലി ലിസ്റ്റിലായി 9230 റൺസ് വിരാട് കോഹ്ലി. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വിരാട് കോഹ്ലിയുടെ ആവറേജ് ശരാശരി 46.8 മറ്റൊരു എടുത്തു പറയേണ്ടത് ഇന്ത്യയെ ശരി പ്രശാന്ത്, ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരാട് കോഹ്ലി വിരമിച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമത്തിലൂടെയാണ് വിരാട് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഉചിതമായ സമയത്താണ് വിരമിക്കൽ എന്നാണ് കോഹ്ലി തന്റെ പോസ്റ്റിൽ പറയുന്നത്. എന്തായാലും BCCIയും പല പ്രമുഖ താരങ്ങളുമൊക്കെ കോഹ്ലിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ തന്റെ തീരുമാനത്തിൽ കോഹ്ലി ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതോടെ 14 വർഷം നീണ്ട ഐതിഹാസിക കരിയറിന് തിരശ്ശീല വീണിരിക്കുകയാണ്. നേരത്തെ 2020 നിന്നും കോഹ്ലി വിരമിച്ചിരുന്നു.